ഡിയർ ഫ്രണ്ട്സ്, കാഴ്ചക്കാർക്ക് വല്ലാത്തൊരു ഫീൽ നൽകുന്ന അതിമനോഹരമായൊരു സിനിമയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 2020 പുറത്തിറങ്ങിയ ഓൾ ടുഗെദർ നൗ എന്നാണ് ചിത്രത്തിന്റെ പേര്. നമുക്ക് നേരിട്ട് കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ പോർട്ട്ലൻഡിലുള്ള ഒരു വൃദ്ധസദനമാണ് കാണിക്കുന്നത്. അവിടെ ഫുൾ എനർജിയോടെ നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ് നമ്മുടെ നായിക ആംബർ. കക്ഷി അവിടുത്തെ അമ്മൂമ്മമാർക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. വെറുതെ ബോറടിപ്പിച്ച് പഠിപ്പിക്കുകയല്ല, പാട്ടും ഡാൻസും ഒക്കെയായി ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്നത് പോലെയാണ് ആംബറിന്റെ ക്ലാസ്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും അവളെ ജീവനാണ്. നമ്മുടെ നായിക കുറച്ച് കഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ക്ലാസ് എടുക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനം കൂടാതെ ഒരു റെസ്റ്റോറൻറ്റിൽ പാത്രം കഴുകുന്ന ജോലിയും അവൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന പണമെല്ലാം അവൾ സ്വരുകൂട്ടി വയ്ക്കുകയാണ്. സത്യത്തിൽ അവൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ജോലി കഴിഞ്ഞ് കുറച്ച് ഭക്ഷണവും വാങ്ങി സൈക്കിളിൽ അവൾ വേഗത്തിൽ എങ്ങോട്ടോ പോവുകയാണ്. ആളനക്കമില്ലാത്ത വിജനമായൊരിടത്തേക്കാണ് അവളുടെ പോക്ക്. ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കള്ളനെപ്പോലെ വേലി ചാടി അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയാൽ സ്കൂൾ ബസ്സുകൾ നിർത്തിയിടുന്ന ഒരു ഡിപ്പോയിലേക്കാണ്. അതെ സുഹൃത്തുക്കളെ, രഹസ്യമായി അവളൊരു ബസ്സിൽ കയറിയിരിക്കുന്നു. സത്യത്തിൽ അവൾക്ക് തലചായ്ക്കാൻ സ്വന്തമായൊരു വീടില്ല. നിർത്തിയിരിക്കുന്ന ഈ സ്കൂൾ ബസ്സിലാണ് അവൾ രാത്രി കിടന്നുറങ്ങുന്നത്. ആകെയുള്ളതൊരു കുഞ്ഞു പട്ടിക്കുട്ടി മാത്രം. അതിന് ഭക്ഷണവും കൊടുത്ത് പത്രത്തിലെ വാടകയ്ക്ക് വീടുണ്ട് എന്ന് പരസ്യവും നോക്കി താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ഒരു വാടക വീട് കിട്ടുമോ എന്ന് അവൾ പരതുകയാണ്. സമയം കുറേയായി അവൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ആംബർ, നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കൂ എന്ന് പറഞ്ഞ് അവരുടെ അമ്മ അവിടേക്ക് വരുന്നത്. അമ്മയുടെ പേര് ബെക്കി. അമ്മ ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ്. അതുകൊണ്ടാണ് ഇവർക്കിങ്ങനെ കഴിയാൻ പറ്റുന്നത്. അമ്മ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് കരുതി നോക്കുമ്പോൾ കയ്യിലുള്ളത് ആകെ ഒരു കേക്ക് കഷ്ണം മാത്രം. മോളെ, ഇതാണിന്നത്തെ ഭക്ഷണം, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നമ്മ ചോദിക്കുന്നു. ഒരു പരാതിയും പറയാതെ അവളത് വാങ്ങിക്കഴിച്ചു. പക്ഷെ അമ്മേ, ഇതെവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് ആംബർ ചോദിക്കുന്നു. കാരണം അച്ഛൻ മരിച്ച ശേഷം അമ്മയുടെ ജീവിതം തളം തെറ്റിയിരുന്നു. പിന്നീട് വന്ന കാമുകനാകട്ടെ അമ്മയെ ഒരു മദ്യപാനിയാക്കി ഉപേക്ഷിച്ചുപോയി. എന്നിട്ടും തന്നെ ഉപദ്രവിച്ച ആ മനുഷ്യനെ കാണാൻ അമ്മ ഇന്നും പോയിരിക്കുകയാണ്. അയാളുടെ കൂടെ ഇരുന്ന് മദ്യപിച്ച് അയാൾ വാങ്ങിക്കൊടുത്ത കേക്കുമായാണ് അമ്മ വന്നിരിക്കുന്നത്. എന്തിനാണ് വീണ്ടും അയാളുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് ആംബർ ചോദിക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്ന അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. നീ പരിധി വിട്ട് സംസാരിക്കുന്നു, നിന്റെ പ്രായത്തിന് ചേർന്ന സംസാരമല്ലത് എന്ന് പറഞ്ഞ് അവളെ അമ്മ ശകാരിക്കുകയാണ്. പാവം ആംബർ, എല്ലാം ഉള്ളിലൊതുക്കി മിണ്ടാതിരിക്കാനേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. ഇങ്ങനൊരു കേക്ക് കഷ്ണം കഴിച്ച അമ്മയെ സമാധാനിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു മകൾക്ക് എത്രത്തോളം സങ്കടമുണ്ടാകും. പക്ഷെ ആംബർ അങ്ങനെയാണ്. അവൾ അമ്മയുടെ ദേഷ്യം മുഴുവൻ കേട്ട് അവരെ അമ്മ ഉറങ്ങിയ ശേഷമാണ് അവൾ പഠിക്കാൻ തുടങ്ങുന്നത്. അതേ സുഹൃത്തുക്കളെ, ആ സ്കൂൾ ബസ്സിലെ മങ്ങിയ വെളിച്ചത്തിലിരുന്നാണ് അവൾ തന്റെ സ്വപ്നങ്ങളിലേക്ക് നടക്കുന്നത്. പിറ്റേന്ന് രാവിലെ അമ്മ പതിവ് പോലെ ഡ്രൈവിംഗ് യൂണിഫോമൊക്കെ ഇട്ട് വണ്ടിയെടുക്കാൻ തുടങ്ങുന്നു. ആംബറും എഴുന്നേറ്റ് കിടക്ക വിരിയൊക്കെ മടക്കി വെച്ച് തന്റെ നായക്കുട്ടിയും എടുത്ത് ശരിയമ്മേ രാത്രി കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാണ്. സൈക്കിൾ ചവിട്ടി അവൾ നേരെ പോകുന്നത് ആ വൃദ്ധസദനത്തിലേക്കാണ്. അവിടെയുള്ളവർക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അന്ന് അവൾ എല്ലാവർക്കും ഡോണറ്റ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് മാത്രം അവൾ പ്രത്യേകം ഒന്ന് കരുതിയിട്ടുണ്ട്. അത് ജോൺ എന്ന അമ്മൂമ്മയ്ക്കാണ്. ഈ ജോൺ അമ്മൂമ്മ ഇത്തിരി ഗൗരവക്കാരിയാണ് കേട്ടോ. ഒരിക്കലും ചിരിക്കാറില്ല. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതുകൊണ്ടാകാം ആ മുഖത്ത് എപ്പോഴും ഒരു വിഷാദഭാവം. ആംബർ എത്ര തമാശ പറഞ്ഞാലും ആ മുഖത്തൊന്ന് ചിരി വരില്ല. പക്ഷേ ഇവർ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. ആംബർ ഇവിടെ വന്നാണ് കുളിക്കുന്നതും ഫ്രഷ് ആവുന്നതുമെല്ലാം. അവിടുന്ന് നേരെ പോകുന്നത് അവളുടെ ഉറ്റ സുഹൃത്തായ റിക്കിയുടെ വീട്ടിലേക്കാണ്. റിക്കി ഒരു ഒന്നാന്തരം മടിയനാണ്. അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഒരുക്കി ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ആംബറാണ്. റിക്കിയുടെ അമ്മ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വൈകിയേ വരൂ. അതുകൊണ്ട് ആംബറിനെ അവർക്കൊരു മകളെപ്പോലെയാണ്. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കണമെന്ന് അവരെപ്പോഴും പറയും. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ആംബറിന് ഇഷ്ടമല്ലല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടും. എന്നിട്ട് തൻ്റെ പട്ടിക്കുട്ടിയെ അവിടെ ഏൽപ്പിച്ച് റിക്കിയോടൊപ്പം പുറത്തിറങ്ങും. അപ്പോഴേക്കും പുറത്തൊരു വാൻ വന്ന് നിൽപ്പുണ്ടാകും. അതിലവിടെ ഗ്യാങ് മുഴുവനുണ്ട്. ടൈ, ജോർഡൻ, അവളുടെ അനിയൻ ചാഡ്, അങ്ങനെ 5 സുഹൃത്തുക്കൾ. ഇതിൽ ടൈ ആണ് വണ്ടി ഓടിക്കുന്നത്. അവനാണ് നമ്മുടെ നായകൻ. സത്യത്തിൽ ആംബറിന് അവനോട് ചെറിയൊരു ക്രഷൊക്കെ ഉണ്ട്, പക്ഷെ പുറത്തു പറയില്ല. വാനിൽ ബാക്ക് സീറ്റിലിരിക്കുന്ന ചാഡ് നടക്കാൻ വയ്യാത്ത കുട്ടിയാണ്. അവൻ വീൽ ചെയറിലാണ് വരുന്നത്. എന്നാലും ഇവർക്കിടയിൽ അതൊന്നും ഒരു വിഷയമേ അല്ല. തമാശയൊക്കെ പറഞ്ഞ് അവർ സ്കൂളിലെത്തുന്നു. ഇനി സ്കൂളിലെ കാര്യം. അവിടെ ആനുവൽ ഡേ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഓട്ടം നടക്കുകയാണ്. ആംബർ ആണെങ്കിൽ എല്ലാവരെ കൊണ്ട് നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കാനുള്ള തിരക്കിലാണ്. എടാ നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അവൾ നടക്കുമ്പോൾ നമ്മുടെ നായകൻ മാത്രം എസ്കേപ്പ് അടിക്കാൻ നോക്കുന്നു. എനിക്ക് സ്റ്റേജ് പേടിയാ, ഞാൻ ബാക്കിൽ നിന്ന് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ ഫുട്ബോൾ മൈതാനത്ത് തകർത്തായിരുന്ന അവന് സ്റ്റേജിൽ കയറാൻ പേടിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ?
ഇതിനിടയിൽ മറ്റൊരു രസകരമായ കാര്യം, ആംബറിന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ പോലുമില്ല. എൻ്റെ ഫോൺ കളഞ്ഞു പോലി എന്നൊക്കെ പറഞ്ഞ് അവൾ കൂട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കും. അല്ലെങ്കിലും ഫോണില്ലാത്തതാണ് നല്ലത്, വെറുതെ സമയം കളയാൻ എന്നൊക്കെ അവൾ തമാശയായി പറയുമ്പോഴും ടൈക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ഉള്ളിലെ വിഷമം. ഒരു കൗമാരക്കാരിക്ക് ഫോണില്ലാത്തത് എത്ര വലിയ കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഇരിക്കെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചാണ് മെയിൽ നോക്കുമ്പോൾ ആംബറിന് ആ സന്തോഷവാർത്ത കിട്ടുന്നത്. അവളുടെ എക്കാലത്തെയും വലിയ സ്വപ്നം, പാട്ടുകാരിയാവുക. അതിനായി അവൾ അപേക്ഷിച്ച പ്രശസ്തമായ ആ കോളേജിൽ നിന്നും ഓഡിഷനുള്ള ക്ഷണം വന്നിരിക്കുന്നു. കണ്ട ഉടനെ അവൾക്ക് വിശ്വസിക്കാൻ പോലുമായില്ല. തല കറങ്ങുന്ന സന്തോഷം. ഫ്രാങ്ക് എന്ന സ്റ്റാഫിനെ വിളിച്ച് അവൾ അത് കാണിച്ചു കൊടുക്കുന്നു. കൂട്ടുകാർക്കെല്ലാം അവളെക്കുറിച്ച് അഭിമാനമാണ്. പക്ഷേ അവിടെയാണ് വില്ലൻ വരുന്നത്. ആ കോളേജ് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. അങ്ങോട്ട് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, താമസിക്കാൻ പണം വേണം, കയ്യിലാണെങ്കിൽ ചില്ലിക്കാശുമില്ല. ആകെയുള്ളത് വീട് വാടകയ്ക്കെടുക്കാൻ സുരുക്കൂട്ടി വെച്ച പണം മാത്രം. ഒരു വശത്ത് സ്വപ്നം, മറുവശത്ത് അമ്മയുടെയും തൻ്റെയും സുരക്ഷിതത്വം. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആകെ കുഴങ്ങിപ്പോയി. എന്നാലും ഈ സന്തോഷവാർത്ത അമ്മയോട് പറയാമെന്ന് കരുതി അവൾ ബസ് ഡിപ്പോയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയില്ല. വൈകി വരുമായിരിക്കുമെന്ന് കരുതി കാത്തിരിക്കുമ്പോഴാണ് നായ നിർത്താതെ കുരയ്ക്കുന്നത്. നോക്കുമ്പോൾ ദൂരെ സെക്യൂരിറ്റി ടോർച്ചടിച്ചു വരുന്നു. ദൈവമേ, അമ്മയും മകളും അവിടെ ഒളിച്ചു താമസിക്കുന്നത് അറിഞ്ഞാൽ പ്രശ്നമാകും. അവൾ വേഗം അവിടുന്ന് രക്ഷപ്പെട്ട് അമ്മയെ അന്വേഷിച്ചിറങ്ങുന്നു. ഒടുവിൽ അമ്മയെ കണ്ടെത്തുന്നത് ആ പഴയ കാമുകൻ ഒലിവറിന്റെ വീട്ടുമുറ്റത്തെ ഒരു പഴയ ട്രക്കിലാണ്. അമ്മ അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. നമ്മൾ എന്തിനാ അമ്മ ഇവിടെ വന്നത്? ആ ബസ് പോരെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് കേൾക്കണോ? മോളെ, ആ ബസ്സിൽ കൊടും തണുപ്പത്ത് കിടന്ന് നമ്മൾ മരിച്ചുപോകും. ഒലിവർ ഇപ്പോൾ പഴയ ആളല്ല, അവൻ നന്നായിട്ടുണ്ട്, നമുക്കിവിടെ താമസിക്കാം. ഇത് കേട്ടതും ആംബറിന് ദേഷ്യം വന്നു. അമ്മയ്ക്ക് നാണമില്ലേ? നമ്മളെ ഉപദ്രവിച്ച ആ മനുഷ്യന്റെ അടുത്തേക്ക് വീണ്ടും വരാൻ അവൾ പൊട്ടിത്തെറിച്ചു. പക്ഷെ അമ്മ നിസ്സഹായയാണ്. എൻ്റെ കയ്യിൽ പണമില്ല മോളെ, നീ ചെറിയ കുട്ടിയല്ലേ, നിനക്ക് സുരക്ഷിതമായൊരു ഇടം വേണ്ടേ? അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സങ്കടം കടിച്ചമർത്തി അവൾ ആ കാര്യം പറഞ്ഞു. അമ്മേ, എനിക്ക് ഓഡിഷന് സെലക്ഷൻ കിട്ടി. അത് കേട്ടതും അമ്മയുടെ കണ്ണ് നിറഞ്ഞു. തൻ്റെ മകളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. പക്ഷേ പോകാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് ആംബർ പറയുമ്പോൾ അമ്മ പറയുന്ന മറുപടി നമ്മുടെ കണ്ണ് നനപ്പിക്കും. മോളെ, അവസരങ്ങൾ ഒരിക്കലേ വരൂ, അത് കളയരുത്. വീടിന് വെച്ച പണം നീ എടുത്തോ, നീ പോയി പാടണം. പക്ഷെ ആംബർ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഒരു വീടില്ലാതെ തെരുവിൽ അലയുന്ന അമ്മയെ വിട്ടിട്ട് താൻ എങ്ങനെ പോകും? സ്വപ്നം വേണോ അതോ അമ്മയെ സംരക്ഷിക്കണോ? ആംബറിന്റെ മനസ്സാകെ ഉലയുകയാണ്. ഇനി നമുക്ക് ആ ഓൾഡ് ഏജ് ഹോമിലേക്കൊന്ന് പോകാം. അവിടെ നമ്മുടെ ജോൺ മുത്തശ്ശിയും ആംബറും ഇരിക്കുകയാണ്. ആംബറിന്റെ മുഖം കണ്ടാൽ എന്തോ സങ്കടമുള്ളതുപോലെയുണ്ട്. അത് കണ്ട് മുത്തശ്ശി ചോദിക്കുന്നു, എന്താ മോളെ, എന്താ മുഖത്തൊരു വാട്ടം? നിന്റെ ബോയ്ഫ്രണ്ട് ഒന്നും മിണ്ടിയില്ലേ? അത് കേട്ട് ആംബർ ഒന്ന് ചിരിച്ചു. അയ്യോ, ബോയ്ഫ്രണ്ടോ? അതൊന്നുമല്ല മുത്തശ്ശി, ഇത് വേറൊരു കാര്യമാണ്. അപ്പോൾ മുത്തശ്ശി സ്നേഹത്തോടെ അവളെ ഉപദേശിക്കുകയാണ്. മോളെ, യൗവനം വെറുതെ കളയരുത്. ജീവിതത്തിൽ ഒരിക്കലേ അത് കിട്ടൂ. അത് പോയിക്കഴിഞ്ഞ് അയ്യോ അത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന് കരയുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്തു നോക്കുന്നതാണ്. എത്ര വലിയ സത്യമാണ് ആ മുത്തശ്ശി പറഞ്ഞതല്ലേ? പിന്നെ പതിവ് പോലെ അവൾ റിക്കിയുടെ വീട്ടിൽ പോയി ഭക്ഷണമുണ്ടാക്കുമ്പോൾ അവന്റെ അമ്മ ഡോണ അങ്ങോട്ട് വരുന്നു. അവർ ആംബറിന് ഒരു പുതിയ കോസ്മെറ്റിക് കിറ്റ് സമ്മാനമായി നൽകുകയാണ്. പാവം ആംബറിന് ഇതൊന്നും വാങ്ങാൻ പണമില്ലല്ലോ എന്ന സഹതാപം കൊണ്ടാണ് അവർ വാങ്ങിക്കൊടുത്തത്. പക്ഷേ ആംബറിന് മറ്റുള്ളവരിൽ നിന്നും ദാനം വാങ്ങുന്നത് പണ്ടേ ഇഷ്ടമല്ല. അവരെത്ര നിർബന്ധിച്ചിട്ടും അവളത് സ്നേഹത്തോടെ നിരസിക്കുന്നു. ഇനി സ്കൂളിലെ കാര്യം. അവിടെ കൾച്ചറൽ ഇവന്റിൽ വെറൈറ്റി ഷോ എന്നൊരു പരിപാടി നടത്താൻ നമ്മുടെ ആംബർ തീരുമാനിക്കുന്നു. എല്ലാ വർഷവും ഇല്ലാത്തതാണ്, പക്ഷേ ഇത്തവണ അത് വേണമെന്ന് അവൾക്ക് നിർബന്ധമാണ്. എല്ലാവരുടെയും പേരെഴുതിയെടുത്ത് അവരെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് കക്ഷി. എന്തൊരു കാര്യത്തിനും സഹായത്തിനായി ആദ്യം ഓടിയെത്തുന്നത് ആംബർ ആയിരിക്കുമല്ലോ. സുഹൃത്തുക്കളെല്ലാം ഓരോ പരിപാടി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ നായകൻ ടൈ മാത്രം ഞാൻ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവന് സ്റ്റേജിൽ കയറാൻ പേടിയാണ് പോലും. ഫ്രാങ്ക് എന്ന സ്കൂൾ സ്റ്റാഫും കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി പരിപാടിയിൽ കൂടാമെന്ന് സമ്മതിക്കുന്നു. അപ്പോഴാണ് ആംബർ ആ കടുങ്കൈ ചെയ്യുന്നത്. ഓഡിഷന് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സുരുക്കൂട്ടി വെച്ച പണം മുഴുവൻ അവൾ ഫ്രാങ്കിനെ ഏൽപ്പിക്കുന്നു. അത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. എന്തിനാ മോളെ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇതിനായി കൊടുക്കുന്നത്? സ്കൂളിൽ നിന്ന് ഫണ്ട് കിട്ടുമല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ആംബർ വിട്ടുകൊടുക്കുന്നില്ല. എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട് സർ എന്നവൾ കള്ളം പറയുന്നു. ഫ്രാങ്കിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ സ്കൂളിനു വേണ്ടി നീ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുട്ടികൾ പിരിവിട്ട് നിന്നെ സഹായിക്കില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചെങ്കിലും ആംബറിന്റെ വാശിക്ക് മുന്നിൽ അദ്ദേഹം തോറ്റുപോയി. അങ്ങനെ ആ പണം കൊണ്ട് അദ്ദേഹം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. പിന്നീട് ബസ് ഡിപ്പോയിലെത്തുമ്പോൾ അമ്മ പറയുന്നു, ഇവിടെ സേഫല്ല, നമുക്ക് സ്ഥിരം കാണാറുള്ള സ്ഥലത്ത് വെച്ച് കാണാം. അങ്ങനെ ആംബർ അവിടെ ചെല്ലുമ്പോൾ അമ്മ ആകെ ഡള്ളായിരിക്കുകയാണ്. കാര്യമറിഞ്ഞപ്പോൾ ആംബർ തകർന്നുപോയി. അമ്മ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് സ്കൂൾ അധികൃതരറിഞ്ഞു. അമ്മയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇനി താമസിക്കാനൊരിടവുമില്ല. വീണ്ടും ആ ഒലിവറിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് അമ്മ പറയുമ്പോൾ ആംബറിന് ദേഷ്യം വരുന്നു. നിങ്ങൾ കുടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, 2 ബെഡ് മാത്രമേ കഴിച്ചുള്ളൂ എന്നവൾ കൂസലില്ലാതെ പറയുന്നു. നിങ്ങൾ നന്നാവില്ല അമ്മേ എന്ന് പറഞ്ഞ ആംബർ ദേഷ്യപ്പെട്ട് അവിടെ നിന്നിറങ്ങിപ്പോകുന്നു. ഇനി എന്തു ചെയ്യും? ദൈവം തന്ന വീടായ തെരുവുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടും തണുപ്പത്ത് ആ നായ്ക്കുട്ടിയും കെട്ടിപ്പിടിച്ച് അവളൊരു ബെഞ്ചിൽ കിടക്കുകയാണ്.
അച്ഛന്റെ ഫോട്ടോയും നോക്കി അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചവൾ കരഞ്ഞുറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ദൈവമേ, അവളുടെ ബാഗ് കാണാനില്ല. ആരോ മോഷ്ടിച്ചതാണ്. അതിലായിരുന്നു ഓഡിഷന് പോകാനുള്ള ടിക്കറ്റും പണവും, പിന്നെ അച്ഛന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്ന ആ ടീഷർട്ടും. എല്ലാം നഷ്ടപ്പെട്ടു. അവൾ ആകെ തകർന്നുപോയി. കരഞ്ഞുകൊണ്ട് ആംബർ തയ്യുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുന്നു. അമ്മയുടെ പഴയ കാമുകന്റെ വീട്ടിലേക്ക് പോകാൻ അവൾക്ക് പേടിയാണ്. അവളുടെ അവസ്ഥ കണ്ട് ടൈ പറയുന്നു, നീ പേടിക്കണ്ട, ഇന്ന് ശനിയാഴ്ചയല്ലേ, നിനക്ക് താമസിക്കാൻ ഞാനൊരിടം തരാം. അവൻ അവളെയും കൂട്ടി തന്റെ വെക്കേഷൻ ഹൗസിലേക്ക് പോകുന്നു. അതൊരു 1.5 വീടാണ് കേട്ടോ. ടൈ അത്യാവശ്യം നല്ല പണക്കാരനാണ്. ആ വീട് ആംബറിനും അവളുടെ നായ്ക്കുട്ടിക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആംബറിന് ടൈയോട് നേരത്തെ ഇഷ്ടമുണ്ട്, ഇപ്പോൾ അത് കൂടി വരികയാണ്. അവിടെ ഒരു പിയാനോ ഉണ്ട്. ടൈയുടെ അച്ഛൻ വലിയൊരു സംഗീതജ്ഞനത്രേ. ടൈ അത് മനോഹരമായി വായിക്കുന്നു. കൂടെ ആംബർ പാടുകയും ചെയ്യുന്നു. നിനക്ക് അപാരമായ കഴിവുണ്ടെന്ന് പറഞ്ഞ് അവർ പരസ്പരം പ്രശംസിക്കുന്നു. അന്ന് രാത്രി അവർ മനസ്സു തുറന്ന് സംസാരിക്കുകയാണ്. ആംബർ തന്റെ പഴയ കഥകളെല്ലാം അവനോട് പറയുന്നു. അച്ഛന്റെ മരണം, അമ്മയുടെ മദ്യപാനം, ബസ്സിൽ താമസം എല്ലാം കേട്ടപ്പോൾ ടൈയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇത്രയും കാലം എല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് നടന്നവളാണ് തന്റെ മുന്നിലിരിക്കുന്നത്. അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ആ വാരാന്ത്യം അവർ വളരെ സന്തോഷത്തോടെ അവിടെ ചിലവഴിച്ചു. 2 ദിവസം കഴിഞ്ഞ് ആംബർ പറയുന്നു, എടാ, എനിക്ക് റിക്കിയുടെ വീട്ടിലേക്ക് പോകാം. അവന്റെ അമ്മ എന്നെ നന്നായി നോക്കിക്കൊള്ളും. ടൈ നിർബന്ധിച്ചിട്ടും അവൾ സമ്മതിക്കുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ അവൻ അവളെ റിക്കിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അവിടെ എത്തിയതും റിക്കിയുടെ അമ്മ സ്നേഹത്തോടെ അവളെ സ്വീകരിച്ചു. പക്ഷെ അപ്പോഴേക്കും ആംബറിന്റെ അമ്മ അങ്ങോട്ട് വരുന്നു. അതും മദ്യപിച്ച് ലെക്ക് കെട്ട്. നീ ഈ 2 ദിവസം എവിടെയായിരുന്നു? നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞ അമ്മ ബഹളമുണ്ടാക്കുന്നു. എന്റെ കൂടെ വാ, നമുക്ക് പോകാമെന്ന് നിർബന്ധിക്കുമ്പോൾ ഒലിവറിന്റെ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഇല്ല എന്ന് ആംബർ തീർത്തു പറയുന്നു. ഇത് കണ്ട് റിക്കിയുടെ അമ്മ ഇടപെടുമ്പോൾ ആംബറിന്റെ അമ്മ അവർക്ക് നേരെയും തട്ടിക്കയറുകയാണ്. ഇത് ഞാനും എന്റെ മകളും തമ്മിലുള്ള കാര്യമാണ്, നിങ്ങൾ ഇടപെടണ്ട എന്നവർ പറയുന്നു. അമ്മയുടെ ഈ ഭ്രാന്തതരം കണ്ട് സഹിക്കട്ടെ ആംബർ പറയുന്നു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ഇനി ഞാൻ അമ്മയുടെ മകളല്ല, എന്നെ തേടി വരരുത്. ഇത് കേട്ടതും അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അമ്മ കരയുന്നത് കണ്ടപ്പോൾ ആംബറിന്റെ മനസ്സ് അലിഞ്ഞു. അവൾ അമ്മയുടെ പിന്നാലെ ഓടിച്ചെന്ന് ചോദിക്കുന്നു, അമ്മേ, എവിടേക്കാ പോകുന്നത്? എവിടെ പോകാൻ? എനിക്കൊരു അഭയമായുള്ളത് ആ ഒലിവർ മാത്രമാണെന്ന് അമ്മ പറയുമ്പോൾ ആംബർ കെഞ്ചുകയാണ്. അമ്മേ, അങ്ങോട്ട് പോകരുത്. അങ്ങോട്ട് പോയാൽ നിങ്ങളും നശിച്ചു പോകും അമ്മേ. നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് കണ്ടെത്താം. പക്ഷേ അമ്മയ്ക്കത് കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. മകളെ ഉപേക്ഷിച്ച് അവർ അവിടെ നിന്ന് നീങ്ങുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവൾക്ക് കുറച്ച് വിഷമമുണ്ടാകുന്നു. അങ്ങനൊരു മോശം ആളുടെ കൂടെ നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. റിക്കിയുടെ അമ്മ പറയുന്നു, നിനക്കിവിടെ ആവശ്യമായതെല്ലാമുണ്ട്, നീ ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത്. അവൾക്ക് ആശ്വാസമായി. എന്റെ അമ്മ നിങ്ങളോട് അങ്ങനെ സംസാരിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. റിക്കി പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നവുമില്ല. നീ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട, നിന്റെ ഓഡിഷനിൽ മാത്രം ശ്രദ്ധിക്കൂ. അടുത്ത ദിവസം അവൾ ക്ലാസ്സിലിരിക്കുമ്പോൾ 2 പോലീസ് ഓഫീസർമാർ അവളെ കാണാൻ വന്നതായി അറിയിപ്പ് കിട്ടി. കാര്യം തിരക്കിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് അവൾ അറിഞ്ഞത്. അവളുടെ അമ്മയും ഒലിവറും ഒരു കാർ അപകടത്തിൽ മരിച്ചു. ഇരുവരും മദ്യപിച്ച് അമിത വേഗതയിൽ കാർ ഓടിച്ച് അപകടത്തിൽപ്പെട്ടതാണെന്ന് പോലീസ് അറിയിച്ചു. ഈ വിവരം കേട്ടയുടൻ അവൾ ഞെട്ടിത്തരിച്ചുപോയി. അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ വെച്ച് കരഞ്ഞില്ല. വളരെ ധൈര്യശാലിയായി ആ സാഹചര്യം കൈകാര്യം ചെയ്തു. പക്ഷെ അവൾ ഉടൻ തന്നെ ബാത്റൂമിൽ പോയി അമ്മയെ ഓർത്ത് അവൾ ഒരുപാട് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അത്രയധികം സങ്കടമുണ്ടായിരുന്നു അവൾക്ക്. പിന്നീട് ഒലിവറിന്റെ വീട്ടിലുണ്ടായിരുന്ന അമ്മയുടെ സാധനങ്ങൾ അവളുടെ കയ്യിലെത്തി. അതിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക്, പിന്നെ അവരുടെ ഫാമിലി ആൽബം, അതായത് നായികയുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ അവൾ ചെറുതായിരുന്ന സമയത്തെ ചിത്രങ്ങളുള്ള ആൽബം. അത് മറിച്ചു നോക്കുമ്പോൾ പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അമ്മയെയും അച്ഛനെയും അവൾക്ക് ഈ നിമിഷം ഒരുപാട് മിസ് ചെയ്തു. ഇതുകൂടാതെ മ്യൂസിക് ആൽബങ്ങളുടെ സീഡികളും അതിലുണ്ടായിരുന്നു. അതെല്ലാം അമ്മ അവൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതായിരുന്നു. അമ്മയുടെ മരണത്തിൽ നിന്ന് അവൾക്ക് പുറത്തുവരാൻ കഴിഞ്ഞില്ല. അതുകൂടാതെ അവൾക്കൊരു കുറ്റബോധവുമുണ്ടായിരുന്നു. അമ്മയെ അന്ന് എന്റെ കൂടെ തന്നെ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായും അവരിന്ന് ജീവിച്ചിരിക്കുമായിരുന്നു, ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നോർത്താണ് അവൾ വിഷമിച്ചത്. സ്കൂളിൽ കൾച്ചറൽ ഇവന്റ് വരാൻ പോകുന്നു. അത് സംബന്ധിച്ച് എല്ലാവരും പരിശീലനം നടത്തുന്നുണ്ട്. ഇവളാണിത് തുടങ്ങിയത്. പക്ഷെ ഇവൾക്ക് തന്നെ ഇതിൽ താൽപ്പര്യമില്ലാതെയായി. കണ്ടില്ലേ? ശരി, അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം. അതിൽ നിന്ന് അവൾക്ക് കുറച്ച് റിലാക്സ് എന്നവർ ചിന്തിച്ചു. ഇത് നിന്റെ തെറ്റല്ല, നീ ഇങ്ങനെ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. മുത്തശ്ശിമാർക്കെടുക്കുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോലും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ വളരെയധികം വിഷമിച്ചു. കിടന്നാൽ ഉറങ്ങാൻ പോലും കഴിയാതെ അമ്മയുടെ ഓർമ്മകൾ അവളെ വല്ലാതെ അലട്ടി. അതിൽ നിന്ന് അവൾക്ക് പുറത്തുവരാൻ കഴിഞ്ഞില്ല. ഉറക്കത്തിൽ നിന്ന് പോലും പെട്ടെന്നുണർന്ന് നേരെ എഴുന്നേറ്റ് അമ്മയും അവളും താമസിച്ചിരുന്ന ആ ഡിപ്പോയിലേക്കാണ് അവൾ വന്നത്. അവിടെ വന്ന് അമ്മ ഓടിച്ചിരുന്ന ആ വണ്ടിയെല്ലാം കണ്ട് അവൾക്ക് വളരെ വിഷമമായി. അവൾ അമ്മയെ ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ തനിക്കൊരാശ്വാസമായിരുന്നത് അമ്മയല്ലേ. അവർ മദ്യപിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാന ശ്വാസം വരെ തന്റെ മകൾക്ക് വേണ്ടി അവർ ചിന്തിച്ചതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അവൾ ദുഃഖിക്കുകയാണെന്ന് തോന്നുന്നു. കടുത്ത സാഹചര്യത്തിലാണ് നാളെ അവൾക്ക് ഓഡിഷൻ. അതിൽ പോയി എങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും, എങ്ങനെ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും? തീർച്ചയായും കഴിയില്ല. അത് മനസ്സിലാക്കിയ ഫ്രാങ്ക് അവൾക്ക് ഉപദേശം നൽകി. നീ തയ്യാറായോ എന്ന് ചോദിച്ചപ്പോൾ ഓ തീർച്ചയായും എന്നവൾ സാധാരണയായി പറഞ്ഞു. പക്ഷെ അവൾ ഇതുവരെ ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലെന്ന് ഫ്രാങ്കിന് അറിയാമായിരുന്നു. ഇങ്ങനെ ദുഃഖിതയായിരിക്കുന്നത് അമ്മ കണ്ടാൽ തീർച്ചയായും അവർ സന്തോഷിക്കുമോ? ഇല്ലല്ലോ.
സോ മോൾ അതിൽ നിന്ന് പുറത്തു വന്നേ മതിയാവൂ. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഫ്രാങ്ക് അവളെ ധൈര്യപ്പെടുത്തി. ഓക്കെ എന്ന് പറഞ്ഞ് അവൾ ചെറിയ പുഞ്ചിരിയുടെ വീട്ടിലേക്ക് വന്നു. നാളെ രാവിലെയാണല്ലോ ഫ്ലൈറ്റ്, പണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ കുറച്ച് പണം വെച്ച് പോയിട്ടുണ്ടാകും എന്ന് അവൾക്ക് തോന്നി. പണമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഓക്കെ, നല്ല പോലെ പോയിട്ട് നന്നായി കാര്യങ്ങൾ തീർത്തിട്ട് വരൂ എന്ന് പറഞ്ഞ് അന്ന് രാത്രി അവർ സംസാരിച്ചു. അന്ന് അതിരാവിലെ എഴുന്നേറ്റപ്പോൾ നായക്കുട്ടി ബോബി അതിനെ കാണുന്നില്ല. എവിടെ പോയെന്നറിയില്ല. നോക്കിയപ്പോൾ അത് പുറത്ത് വിഷമിച്ച് കിടക്കുന്നു. അപ്പോൾ അതിനെന്തോ അസുഖമാണെന്ന് തോന്നി. നേരെ ഡോക്ടറുടെ അകത്തേക്ക് കൊണ്ടുപോയി. അവൾക്കൊരു ഇടിവെട്ടേറ്റതുപോലെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. അതായത് നായയുടെ പ്ലീഹയിൽ ഒരു മുഴയുണ്ടത്രേ. അത് സർജറി ചെയ്ത് നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ നായയുടെ ജീവൻ ആപത്താണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പോൾ തീർച്ചയായും സർജറി ചെയ്യണം. ഏകദേശം $8000 അതിന് ചെലവാകും. അത്രയും പണമില്ല. ഓഡിഷന് പോകാൻ പോലും കുറച്ചു പണമേ കയ്യിലുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു വശത്ത് ഫ്ലൈറ്റ് പിടിച്ച് ഓഡിഷന് പോകണം, മറുവശത്ത് ഈ നായക്കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് വളരെ വിഷമമായി. വളരെ മനംനൊന്താണ് അവൾ വീട്ടിലേക്ക് വന്നത്. ഇത് കാണുമ്പോൾ ഒരു സാധാരണ നായക്കുട്ടിയല്ലേ, അതിനെന്താ ഇത്ര വിഷമിക്കാൻ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അവൾ തന്റെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് അതിനെ കാണുന്നത്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു ബന്ധമെന്ന് പറയുന്നത് ബോബിയാണ്. അതുകൊണ്ട് അവളതിനെ നായ എന്ന് പോലും വിളിക്കില്ല. അതിന്റെ പേര് ബോബിയാണ്. ബോബി എന്ന് മാത്രമേ അവൾ വിളിക്കൂ. ആരെങ്കിലും നായ എന്ന് പറഞ്ഞാൽ പോലും അവൾക്ക് ദേഷ്യം വരും. അത്രയധികം തന്റെ ഒരു സുഹൃത്തായിട്ടാണ് അവൾ അതിനെ കാണുന്നത്. അതിനിങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്താണ് അവൾക്ക് വളരെ ദുഃഖമുണ്ടായിരുന്നത്. ഉടൻ തന്നെ റിക്കിയുടെ അമ്മ ചോദിച്ചു, എന്തുപറ്റി, എവിടെ പോയായിരുന്നു, നിന്റെ ഫ്ലൈറ്റ് പോയില്ലേ, നീ അത് മിസ് ചെയ്തല്ലോ, നിന്റെ സ്വപ്നം അതായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവൾ നായക്കിങ്ങനെ സംഭവിച്ചു എന്ന് വളരെ ദുഃഖത്തോടെ പറഞ്ഞു. അവർക്കും കുറച്ച് വിഷമമാണ്. പക്ഷെ ഒരു നായക്കുട്ടിക്ക് വേണ്ടി അവൾ അവളുടെ സ്വപ്നം പോലും ഉപേക്ഷിച്ചല്ലോ എന്നോർത്താണ് അവർ ചിന്തിച്ചത്. ഇപ്പോൾ വന്ന ഉടനെ അവൾ തന്റെ കയ്യിലുള്ള മുഴുവൻ പണവും എത്രയുണ്ടെന്നും എത്ര സമ്പാദിച്ചാൽ നായയ്ക്ക് ചികിത്സ നൽകാമെന്നും കണക്കുകൂട്ടുകയാണ്. അതിനെക്കുറിച്ചുള്ളൊരു കണക്കുകൂട്ടലിലാണവൾ. ഒരു ദിവസം 16 മണിക്കൂർ ജോലി ചെയ്ത് ഏകദേശം 10 ആഴ്ചയോളം ജോലി ചെയ്താൽ മാത്രമേ അവൾക്ക് ആവശ്യമായ $8000 ലഭിക്കൂ. ഇത് തിരക്കിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റിക്കിയുടെ അമ്മ ഒരു നല്ല കാര്യം പറഞ്ഞു. ഈ ഓഡിഷന് അവൾക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് ആ കോളേജുമായി സംസാരിച്ച് അവർക്ക് ഒരാഴ്ച കഴിഞ്ഞ് അതിനുള്ള തീയതി വാങ്ങിയിട്ടുണ്ട്. നിനക്കൊരാഴ്ച കഴിഞ്ഞു പോകാം, ഒരു പ്രശ്നവുമില്ല എന്നവർ പറഞ്ഞു. ഞാൻ ഓഡിഷനൊന്നും പോകുന്നില്ല, ഇനി സ്കൂളിലേക്കും ഞാൻ വരുന്നില്ല, അവൾ തീർത്തു പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൾ നിരാശയോടെ മറുപടി പറഞ്ഞു, ഇതാണ് എന്റെ വിധി. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല. ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. വളർന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന എന്റെ അമ്മയും പോയി. എന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ നോക്കിയപ്പോൾ എപ്പോഴും എന്റെ കൂടെ സ്നേഹത്തോടെ ഉണ്ടായിരുന്ന എന്റെ ബോബിയെയും എനിക്ക് നഷ്ടപ്പെടുത്താൻ താൽപ്പര്യമില്ല. ഇനി ഈ സ്വപ്നം, പാഷൻ എന്നൊക്കെ പറഞ്ഞ് അതിന് പിന്നാലെ പോകാൻ എനിക്കിഷ്ടമില്ല. എനിക്ക് നല്ലതൊന്നും സംഭവിക്കില്ല. എന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ദൈവം എഴുതി വച്ചിട്ടുണ്ടാകും, അവൾ വളരെ വിഷമത്തോടെ പറഞ്ഞു. മോളെ, അങ്ങനെ ചിന്തിക്കരുത്. നിന്റെ സ്വപ്നം, അതിനുവേണ്ടിയല്ലേ ഇത്രയും കാലം നീ പോരാടിയത് എന്ന് റിക്കിയുടെ അമ്മ ഉപദേശിച്ചിട്ടും അവൾ കേട്ടില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി എന്റെ ബോബിയെ രക്ഷിക്കണം എന്ന് അവൾ ആവർത്തിച്ചു. മോളെ, ബോബിയെ നിനക്ക് ഇത്ര ഇഷ്ടമാണെന്നറിയാം, പക്ഷേ എന്ന് റിക്കിയുടെ അമ്മ പറഞ്ഞു തുടങ്ങിയതും അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇവനൊരു സാധാരണ നായയായിരിക്കാം, പക്ഷേ ഇവനാണ് എനിക്കെല്ലാം. ഇവനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവനെ എനിക്ക് നഷ്ടപ്പെടുത്താനും കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അവൾ പോയി. സത്യത്തിൽ അവൾ ദേഷ്യപ്പെട്ടതിന് അവർ ഒന്നും പറഞ്ഞില്ല. ശരി, അവൾക്കുള്ളിലെ വേദനകൾ അവൾക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് അവർ അത് വിട്ടു. അതിനുശേഷം ദുഃഖം സഹിക്കവയ്യാതെ അവൾ ചെയ്തത്, അവൾ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ തന്നെ മുഴുവൻ സമയവും ജോലിക്ക് നിന്നു. അവിടെ കപ്പും പാത്രങ്ങളും കഴുകുന്ന ജോലികൾ ചെയ്യുന്ന അവളെ കണ്ടാണ് നമ്മുടെ നായകൻ റിക്കി വരുന്നത്. എന്താ നിനക്ക് പറ്റിയത്, എന്തുകൊണ്ടാണ് ഓഡിഷന് പോകാത്തത്, സ്കൂളിൽ വരാത്തത്, അവൻ ചോദിച്ചു. ദയവായി ഇവിടെ നിന്ന് പോകുമോ, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല, അവൾ പറഞ്ഞു. ഓക്കെ, മനസ്സിലായി. ബോബിക്ക് വയ്യ, അതിന് പണം വേണം. ആ പണം ഞാൻ ഒരുക്കിത്തരാം. എന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ തീർച്ചയായും അവർ തരും. നീ വെറുതെ വാങ്ങില്ല എന്നെനിക്കറിയാം. നീ ലോൺ എടുത്തോളൂ, എന്തെങ്കിലും തിരിച്ചടയ്ക്കുന്നത് പോലെ മാസം തോറും തിരിച്ചടച്ചോളൂ എന്ന് റിക്കി പറഞ്ഞിട്ടും അവൾ വാശിയോടെ എനിക്ക് വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവന് നല്ല ദേഷ്യം വന്നു. എന്താണ് നീ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നത്? നീ എത്ര പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട്? നിനക്കൊരാൾ സഹായിക്കുമ്പോൾ എന്തിനാണ് വേണ്ട എന്ന് പറയുന്നത്? ഒരാൾ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും കുറഞ്ഞു പോകുന്നില്ല. നിനക്ക് അഭിമാനക്ഷതമൊന്നും ഉണ്ടാകുന്നില്ല, അവൻ പറഞ്ഞു. വളരെ ക്ഷീണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഡാ, നിനക്ക് ഞാനിത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഒന്നും ശരിയായി പോകുന്നില്ലടാ. ഞാൻ വളരെ തളർന്നു പോയിരിക്കുന്നുടാ. എനിക്കൊന്നും വേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കൊള്ളാം. നീ ഇപ്പോൾ പൊയ്ക്കോ. റിക്കി തുടർന്നു. നിന്റെ അമ്മ മരിച്ചത് നിന്നാലാണെന്ന് നിനക്കൊരു കുറ്റബോധമുണ്ട്. അതിനുവേണ്ടി നീ നിന്നെ തന്നെ ശിക്ഷിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും ശരിയാകാൻ പോകുന്നില്ല. നീ മണ്ടത്തരമാണ് കാണിക്കുന്നത്. ആദ്യം സ്കൂളിൽ പോകൂ, അതിനുശേഷം നായയെ ശരിയാക്കാം എന്ന് റിക്കി പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. എല്ലാവരും ഇതൊരു സാധാരണ നായയാണെന്ന് കരുതുന്നു. അതിനൊരു വൈകാരിക ബന്ധമുണ്ടെന്ന് ആർക്കും മനസ്സിലാകുന്നില്ലേ? ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നില്ല. ദയവായി നീ ഇപ്പോൾ പോകൂ, അവൾ പറഞ്ഞു. ശരി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് റിക്കി അവിടെ നിന്ന് പോയി. അതിനുശേഷം അവൾ ആ റെസ്റ്റോറന്റിൽ മുഴുവൻ സമയവും ജോലി ചെയ്തു. പിന്നെ ഒരു കെട്ടിടത്തിൽ പോയി ക്ലീൻ ചെയ്യുന്നതും അങ്ങനെ അധിക ജോലികളെല്ലാം ഏറ്റെടുത്തു. വളരെ കഠിനാധ്വാനം ചെയ്ത് പതുക്കെ പതുക്കെ പണം സ്വരൂപിച്ചു.
യഥാർത്ഥത്തിൽ അവർ റിക്കിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൂടാതെ അവൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വൃദ്ധസദനത്തിൽ പോകാറുണ്ടായിരുന്നു. അപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ജോൺ മുത്തശ്ശി ചോദിച്ചു, എന്തുപറ്റി, എന്തിനാണ് കരയുന്നത്? അമ്മ മരിച്ചതെല്ലാം അവർക്കറിയാമായിരുന്നു. എന്നിട്ടും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് അവരും ചോദിച്ചു. അവൾ സാധാരണ പോലെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പഴയതുപോലെ സന്തോഷത്തോടെ സംസാരിക്കുന്നില്ലല്ലോ, ഉത്സാഹമില്ലല്ലോ എന്നവർക്ക് സങ്കടമുണ്ടായിരുന്നു. പിന്നെ അവൾ പതിവ് പോലെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുമ്പോൾ അവളെ കാണാൻ നമ്മുടെ നായകൻ റിക്കി വീണ്ടും വന്നു. അവനെ കണ്ടതും അന്നത്തെ സംഭവത്തിന് അവൾ ക്ഷമ ചോദിച്ചു. സാരമില്ല, അതൊരു പ്രശ്നമല്ല. സ്കൂളിൽ വോളണ്ടിയറായി ഈ വെറൈറ്റി ഷോ എന്ന് പറഞ്ഞ നീ എല്ലാവരെയും ചേർത്തല്ലോ, അത് ഇന്നാണ് നടക്കാൻ പോകുന്നത്. നീ വരാതിരുന്നാൽ എങ്ങനെയാ? നിന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വാ പ്ലീസ്, റിക്കി പറഞ്ഞു. ഇല്ല, എനിക്ക് ജോലിയുണ്ട്, ഞാൻ വരുന്നില്ല, അവൾ പ്രതികരിച്ചു. ഈ റെസ്റ്റോറന്റ് ഉടമ വളരെ നല്ലവനാണ്. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം. നീ വളരെ ക്ഷീണിതയാണ്, പോയി വാ, സന്തോഷമായി പോയി വാ. അവളും ശരി എന്ന് പറഞ്ഞ് നമ്മുടെ നായകൻ്റെയോടൊപ്പം സ്കൂളിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ ഇത് വെറൈറ്റി ഷോ അല്ലായിരുന്നു. ഇതെന്തിനാണെന്നറിയാമോ? നമ്മുടെ നായക്കുട്ടിക്ക് സർജറി ചെയ്യാൻ വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഇവളുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു ഷോ പോലെ ഒന്ന് നടത്താൻ വേണ്ടിയിട്ടാണ്. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും അവർക്കറിയുന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നു. റിക്കി തുടർന്നു. ഇത് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നീ സമ്മതിക്കില്ല, അതാ ഞാൻ പറയാഞ്ഞത്. ഇത് നിനക്ക് വ്യക്തിപരമായി ചെയ്യുന്ന സഹായമല്ല. പാവം ആ നായയെ രക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യുന്നൊരു ചെറിയ സഹായമാണെന്ന് വിചാരിച്ചു. തീർച്ചയായും ലോകമെമ്പാടുമുള്ള നായസ്നേഹികൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. അവനെ വേഗത്തിൽ രക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ നോക്കൂ, ഈ സ്കൂളിനു വേണ്ടി നീ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, സന്നദ്ധ സേവനങ്ങൾ ചെയ്തിരിക്കുന്നു. നിന്നെ അത്ര വേഗത്തിൽ അവർ കൈവിടുമോ? അതോ നമ്മുടെ കൂട്ടുകാർ ഇവിടെ ഉപേക്ഷിക്കുമോ? നിനക്ക് വേണ്ടി ഞങ്ങളുണ്ട്. നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ നിന്നെ രക്ഷിക്കാം. നീ വീണ്ടും സ്കൂളിൽ ചേരുന്നു, വീണ്ടും ഓഡിഷന് പോകുന്നു. നിന്റെ സ്വപ്നങ്ങളെല്ലാം നമ്മൾ നേടുന്നു. ഈ കുറച്ച് ദിവസങ്ങളിൽ തനിക്ക് ആരുമില്ലെന്ന് വിഷമിച്ച് തകർന്നിരുന്ന അവൾക്ക് റിക്കി പറഞ്ഞ വാക്കുകളെല്ലാം വളരെ പിന്തുണയോടെയും വളരെ സഹായകവുമാണെന്ന് ബോധ്യമായി. അതുകൊണ്ടാണ് അവൾക്ക് സന്തോഷ കണ്ണുനീർ വന്നത്. അങ്ങനെ സമാധാനിപ്പിച്ച് കൈപിടിച്ച് റിക്കി അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുനിന്നു. വന്നു നോക്കിയപ്പോൾ മുഴുവൻ സ്കൂളും അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ആ നായയെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച് ഒരുപാട് പേർ വന്നിരിക്കുന്നു. അവൾ അതെല്ലാം സന്തോഷത്തോടെ നോക്കുമ്പോൾ റിക്കിയുടെ അമ്മ നായക്കുട്ടിയുമായി വന്നിട്ടുണ്ട്. അവരെ ചെന്ന് കെട്ടിപ്പിടിച്ച് അന്ന് സംസാരിച്ചതിന് അവൾ ക്ഷമ ചോദിച്ചു. അവരും അത് സാധാരണമായി എടുത്തു. പരിപാടി തുടങ്ങാൻ പോകുന്നു. നമ്മുടെ നായകൻ റിക്കി ഒരു സർപ്രൈസ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ സ്റ്റേജ് കണ്ടാൽ വിറയ്ക്കും, സംസാരിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞ അവൻ ഇന്ന് സ്വാഗത പ്രസംഗം നടത്തുന്നു. സ്റ്റേജിൽ കയറി അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഗംഭീരമായി സംസാരിക്കുന്നു. അതും നമ്മുടെ നായികയ്ക്ക് വേണ്ടിയാണ് അവൻ അങ്ങനെ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത്. അവൻ പറഞ്ഞു, ഇത്ര വർഷമായി സ്കൂളിൽ നമ്മുടെ നായിക മറ്റുള്ളവർക്ക് ചെയ്ത സേവനങ്ങൾ, സഹായങ്ങൾ, സ്കൂളിന് ചെയ്ത സേവനങ്ങൾ, ഇതെല്ലാം പറയുമ്പോൾ മുഴുവൻ സ്കൂളും ആർപ്പ് വിളിച്ച് അവളെ പ്രശംസിക്കുന്നു. എല്ലാവരെയും സഹായിച്ച നമ്മുടെ ആംബറിന് നമ്മൾ സഹായം ചെയ്തിരുന്നാൽ എങ്ങനെ? അവൾ ഓമനിച്ചു വളർത്തുന്ന ഈ നായയ്ക്ക് ഇങ്ങനെയൊരു പ്രശ്നം, ഇത്രയും പണം ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം, നിങ്ങൾക്ക് കഴിയുന്ന പണം കൊടുക്കുക. അതുകൂടാതെ മൊബൈൽ ഫോൺ എടുത്ത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, സമൂഹമാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത പ്രചരിപ്പിക്കുക. കഴിയുന്നത്രയും ഇപ്പോൾ നടക്കുന്ന ഷോ പോലും നിങ്ങൾക്ക് ലൈവായി ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാം. എന്തും ചെയ്യുക. എല്ലാവരോടും സഹായം ചോദിക്കുക. കഴിയുന്നത്രയും പണം സ്വരൂപിക്കുക. ഇന്ന് നടക്കാൻ പോകുന്ന ഈ ഷോയെ നമ്മൾ സമൂഹമാധ്യമങ്ങളിൽ ഒരു വലിയ ട്രെൻഡിംഗ് ആക്കി മാറ്റണം. റിക്കി വളരെ വികാരഭരിതമായി സംസാരിക്കുന്നത് കണ്ട്, ഇങ്ങനെയും നീ സംസാരിക്കുമോ എന്ന് പറഞ്ഞ് നമ്മുടെ നായിക അവനെ നോക്കി നിന്നുപോയി. നമ്മൾ എത്ര ഫണ്ടാണ് ശേഖരിക്കാൻ പോകുന്നത് എന്ന് സ്ക്രീനിൽ കാണിക്കാൻ പോകുമ്പോൾ ഇതിനകം 8000-ന് മുകളിൽ ഏകദേശം $2000 അധികം അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും ആർപ്പ് വിളിച്ച് കൈയടിച്ചു. ഇത് നമ്മുടെ നായികയ്ക്ക് വലിയ സന്തോഷം നൽകി. ഓരോ ഷോയും കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ എത്രയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം എന്ന് റിക്കി പറഞ്ഞു. പരിപാടി തുടങ്ങി. യഥാർത്ഥത്തിൽ നമ്മുടെ നായികയുടെ കൂട്ടുകാരെല്ലാവരും ചേർന്നാണ് ഈ പരിപാടികൾ ചെയ്തത്. വളരെ ഗംഭീരമായി എല്ലാവരും അവരുടെ പ്രകടനങ്ങൾ നടത്തി. അതിൽ നമ്മുടെ ഡ്രാമ റൂമിലുള്ള ഓഫീസ് സ്റ്റാഫ് ഫ്രാങ്ക് പോലും വന്ന് തകർത്തു. അദ്ദേഹം വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മുടെ റിക്കിയില്ലേ, അവനും ഒരു സ്റ്റാൻഡപ്പ് കോമഡി പോലെ ഒന്ന് ചെയ്തിട്ട് പോയി. അവൻ തകർത്തു. അവൻ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എത്രയായി എന്ന് നോക്കുമ്പോൾ ഏകദേശം $5000 ഇത് കണ്ട് നമ്മുടെ നായികയ്ക്ക് ഒരുതരം അത്ഭുതമുണ്ടായി. ഇത്രയും പണം എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത് എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന അവൾക്ക് ഈ സഹായം അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരിക്കും. പിന്നെ അവസാനമായി ട്യൂബ എന്നൊരു സംഗീത നൃത്ത പരിപാടിയാണ്. അവിടെ വന്ന് നൃത്തം ചെയ്യുന്നത് ആരാണെന്ന് നോക്കിയാൽ യഥാർത്ഥത്തിൽ ആ കൊറിയൻ മുത്തശ്ശിമാർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വരുന്ന മുത്തശ്ശിമാരാണ് ഈ കാര്യം കേട്ട് അവൾക്ക് വേണ്ടി ഇവിടെ നൃത്തപ്രകടനം നടത്തുന്നത്. അതും അവൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ആ സ്റ്റെപ്പുകളെല്ലാം കിട്ട് തമാശ കാണിച്ച് അവളെ ചിരിപ്പിച്ചുവെങ്കിലും നമുക്ക് വേണ്ടി ഇത്രയും പേർ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത സന്തോഷം. ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ ഏകദേശം $6000 ചേർന്നിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേജിൽ അവളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അവളും വളരെ വികാരഭരിതയായി സംസാരിച്ചു. ഇന്നലെ വരെ ഞാൻ ഒറ്റപ്പെട്ട് വളരെ വിഷമിച്ചിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി ഇത്രയും പേർ പിന്തുണയ്ക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ബോബിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പിന്നെ അമ്മയെ വളരെയധികം മിസ് ചെയ്യുന്നു. അവർക്കിഷ്ടപ്പെട്ട ഒരു കവിതയുണ്ടായിരുന്നു. അതും ഈ അവസരത്തിൽ അവൾ പാടി. എന്തുതന്നെയായാലും അമ്മയെ ഓർത്ത് അവൾ അഭിമാനിച്ചു.
അവൾ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എത്രയായി എന്ന് ആ പേജ് റിഫ്രഷ് ചെയ്തു നോക്കുമ്പോൾ ഏകദേശം 2 ലക്ഷത്തിലധികം ഡോളർ വന്നു ചേർന്നിരിക്കുന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള എല്ലാവരും സംസാരിക്കുന്നു, ഒരു ബഹളമുണ്ടാകുന്നു. ഒരുപക്ഷെ സാങ്കേതിക തകരാറായിരിക്കും എന്ന് പറഞ്ഞ് റിഫ്രഷ് ചെയ്തെല്ലാം നോക്കുന്നു. പക്ഷെ അവിടെയുള്ളത് യഥാർത്ഥ തുക തന്നെയാണ്. ആരോ ഒരാൾ വലിയ തുക സംഭാവന ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ നീയാണോ ചെയ്തത്, നിന്റെ അച്ഛനമ്മമാരോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യമായും ഒന്നും ചെയ്തിട്ടില്ല എന്നവൻ പറഞ്ഞു. പക്ഷെ ഇത്രയും തുക എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിലും ആരോ ഒരാൾ അവൾക്ക് വേണ്ടി ഇത്രയും വലിയ തുക സമ്മാനമായി നൽകിയിരിക്കുന്നു. പ്രതീക്ഷിച്ച 8000 എവിടെ കിടക്കുന്നു, വന്ന 2 ലക്ഷം എവിടെ എത്തിയിരിക്കുന്നു? വലിയൊരു തുകയായിരുന്നല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഈ പണം വെച്ച് അവളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് ചെയ്യും എന്നൊരു വിശ്വാസത്തോടെ ആ പരിപാടി സന്തോഷത്തോടെ അവസാനിക്കുന്നു. പിന്നെ പതിവ് പോലെ വൃദ്ധസദനത്തിൽ വന്നു. പതിവ് പോലെ ഡോണറ്റ്സ് എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മുടെ ജോൺ മുത്തശ്ശിയെ വളരെ സന്തോഷത്തോടെ കാണാൻ വന്നു. ഇപ്പോൾ മുഖം നല്ല തെളിഞ്ഞതും സന്തോഷമുള്ളതുമാണ്. മുത്തശ്ശി എന്തോ കൊടുക്കുന്നു, ഒരു സമ്മാനം പോലെ. അത് പൊട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നായകന്റെ സ്റ്റേജിലുള്ള ഒരു ഫോട്ടോ, അതായത് ആ സ്ക്രീനിലെ തുക കണ്ട് അവൾ ഞെട്ടുന്ന ഫോട്ടോ. ഇപ്പോൾ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതെ, ഇത്രയും വലിയ തുക നൽകിയത് നമ്മുടെ ജോൺ മുത്തശ്ശിയാണ്. ജോൺ മുത്തശ്ശി പറയുന്നു, അവർ ആകെ കൂടി സ്വരൂപിച്ച പണമാണ് അത്രയും വലിയ തുക. ആ പണം വെച്ച് ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു? എനിക്ക് ആരുമില്ല. എനിക്കറിയുന്ന ഒരു നല്ല കുട്ടിയാണെങ്കിൽ അത് നീയാണ്. നിന്നെ അല്ലാതെ ഞാൻ ആരോടാണ് ഇവിടെ സംസാരിക്കേണ്ടത്? നിന്നെ വിട്ടാൽ എനിക്ക് ആരുമില്ല. നിന്നെ മേലെ എനിക്ക് പ്രത്യേക ശ്രദ്ധയും വാത്സല്യവും എല്ലാമുണ്ട്. ഞാൻ നിന്നെ എൻ്റെ പേരക്കുട്ടിയായിട്ടാണ് കാണുന്നത്. ഞാൻ നിനക്ക് ഡയറക്റ്റ് അത്രയും വലിയ പണം തന്നാൽ പക്ഷേ നീ തീർച്ചയായും അത് വാങ്ങില്ല എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ആ ഫണ്ട് ശേഖരണത്തിൽ ആ പണമിട്ടത്. നിന്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ പോലും ഉള്ളത് വെച്ച് നീ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. തീർച്ചയായും ഇത്രയും വലിയ തുക കൊടുത്താലും നീ അത് ശ്രദ്ധയോടെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് വളരെ വാത്സല്യത്തോടെ സംസാരിക്കുന്നു. ഈ പണം വെച്ച് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തോളൂ, നിന്റെ സ്വപ്നം നിറവേറ്റാൻ പോകൂ എന്ന് മുത്തശ്ശി പറയുന്നു. ഇതെല്ലാം കേട്ട് അവൾ വളരെ വൈകാരികമായി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അങ്ങനെ അവിടെ നിന്നും വന്ന് അവൾ തളർന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ റിക്കിയുടെ അമ്മയാണ് അവളെ ഉണർത്തുന്നത്. നായക്കുട്ടിക്ക് സർജറി കഴിഞ്ഞു, അത് സുഖമായി, ഇപ്പോൾ സുഖപ്രാപിച്ചു. ഇന്നാണ് ഓഡിഷൻ. അതിനായി തയ്യാറായി പുറപ്പെടുകയാണ്. കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ ധൈര്യം കൊടുത്ത് പുറത്തേക്ക് അയക്കുന്നു. ചുറ്റുമെല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിന് കാരണം നമ്മുടെ നായകനല്ലേ. അവനില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവന് നന്ദി പറഞ്ഞിട്ട് പ്രണയം പ്രകടിപ്പിക്കുന്നതുപോലെ അവന് ഉമ്മയും നൽകുന്നു. പിന്നെ നായക്കുട്ടിയെ അവരുടെ അടുത്ത് സുരക്ഷിതമായി വിട്ടിട്ട് ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ആ യാത്രയിൽ പോലും സ്വയം ധൈര്യം പകർന്ന അച്ഛനമ്മമാരുടെ ഫോട്ടോ നോക്കിയിരിക്കുന്നു. പിന്നെ നേരെ ആ സ്റ്റേറ്റിലെ മ്യൂസിക് സ്കൂളിലേക്കാണ് ചെല്ലുന്നത്. പിന്നെ അവിടെ ഓഡിഷനായി വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് പോലും അവൾ അച്ഛൻ എഴുതിയ സംഗീതത്തിലെ വരികളാണ് വായിക്കുന്നത്. ആ പേപ്പറുകൾ നോക്കി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി അകത്തേക്ക് വിളിക്കുന്നു. അടുത്തത് ആംബർ ആരാണെന്ന് വിളിച്ചു പറയുമ്പോൾ ഞാനാണ് എന്ന് വളരെ സന്തോഷത്തോടെ, ഒരു പുഞ്ചിരിയോടെ, തീർച്ചയായും ഈ സ്കൂളിൽ എനിക്ക് ഇടം ലഭിക്കും എന്നൊരു വിശ്വാസത്തോടെ അവിടെ നിന്ന് ഓഡിഷനിലേക്ക് പോകുന്നതുപോലെയാണ് ഈ ചിത്രം ഇങ്ങനെ ഒരു സന്തോഷകരമായ സീനോടുകൂടി അവസാനിക്കുന്നത്. നല്ല മനസ്സുള്ള നമ്മുടെ ഹീറോയിന്റെ കഷ്ടപ്പാടിലും ദുഃഖത്തിലും ഒപ്പം അവളെ ചേർത്ത് പിടിച്ചു നിന്ന ഒത്തിരി നല്ല ഹൃദയങ്ങളുടെ ഒരു ചെറിയ കഥ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ നഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും വന്നാലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകാൻ കുറേയധികം സുഹൃത്ത് ബന്ധങ്ങളൊന്നും വേണമെന്നില്ല. പകരം കൈയൊന്ന് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ തോളത്തൊന്ന് തട്ടി ആശ്വസിപ്പിക്കാൻ ഇതുപോലെ ചുരുക്കം ചിലരെങ്കിലും ഉണ്ടായാൽ മതി. പിന്നെ അങ്ങോട്ട് ലൈഫിലൊരു പുതിയ വെളിച്ചം കിട്ടാൻ. അങ്ങനെയുള്ളവർ, കൂടെയുള്ളവർ ലോകത്തിലെ ഭാഗ്യവാന്മാർ. ഈ ഫിലിം ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല കഥയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ലവ് യു ആൻഡ് ബൈ.